ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇസബെല്ല ഫയൽ ഏൽപ്പിച്ചതിന് പകരമായിട്ട് നന്ദൻ ഓടിച്ചിരുന്ന അരുന്ധതിയുടെ ആ കാർ സമ്മാനമായിട്ട് നൽകിക്കൊണ്ട് നന്ദനെ എല്ലാ രീതിയിലും പൂട്ടുന്നു. പിന്നീട് സിദ്ധുവിനെയും ദേവികയെയും ചേർത്ത് അഴിമതി ആരോപണം നടത്തുന്ന മന്ത്രി രാധാകൃഷ്ണൻ നല്ല മറുപടി തന്നെ സിദ്ധു കൊടുക്കുന്നുണ്ട്. ശേഷം ഇസബെല്ല തൻ്റെ മനസ്സിലെ ഗൂഢപദ്ധതിയെക്കുറിച്ചെല്ലാം പാപ്പനോട് തുറന്നു പറയുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന ദേവികയോട് ശാരികയുടെ പോക്ക് ശരിയല്ലെന്നും ഏത് സമയത്തും ഫോണിലാണെന്നും മോളൊന്ന് സംസാരിക്കണമെന്നെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. പിന്നീട് ദേവിക വന്ന് കുറേ സമയം കഴിഞ്ഞിട്ടും മുറി തുറക്കാതെ അകത്തിരിക്കുന്ന ശാരികയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് രാധിക. അല്പസമയത്തിനകം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാരി ഉടുത്തുകൊണ്ടാണ് കേട്ടോ ശാരിക വരുന്നത്. വീണ്ടും ശാരികയെ വഴക്ക് പറയുന്നുണ്ട് രാധിക. തുടർന്ന് നിന്നോട് സംസാരിക്കാനാണ് ചേച്ചി വന്നിരിക്കുന്നതെന്നും നിന്റെ മനസ്സിൽ ആരാണുള്ളതെന്ന് നീ ഞങ്ങളോട് ഇതുവരെ എത്ര വട്ടം ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. നീ ദേവിക മോളോടെങ്കിലും എല്ലാം തുറന്നു പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ രാധിക. അങ്ങനെ ദേവിക ശാരികയോട് സംസാരിക്കുന്നു. എന്താ മോളെ ഇങ്ങനെ? അച്ഛനും അമ്മയും പറയുന്നത് നീ ഏത് സമയം ഫോണിൽ ആരോട് സംസാരിക്കുകയാണെന്നാണല്ലോ. ഇങ്ങനെ പോയാൽ നീ അവസാനം ദുഃഖിക്കും എന്ന് പറയുമ്പോൾ ഞാൻ അവസാനം ദുഃഖിച്ചോളാം, പക്ഷെ ചേച്ചി ആദ്യമേ ദുഃഖിക്കുകയല്ലേ? MLA ആയി എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ ഓടി നടക്കുന്ന ചേച്ചിക്ക് സ്വന്തം പ്രശ്നങ്ങൾ തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചേച്ചി ടെൻഷൻ അടിച്ച് ചന്ദ്രോത്ത് തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ശാരികയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ ദേവികയും അതുപോലെ തന്നെ മാധവേട്ടനും രാധികയൊക്കെ. നന്ദേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചേച്ചി അങ്ങനെ ചെയ്യുന്നത്? അതേ ഞാനും ചെയ്യുന്നുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാനും ഒരുക്കമാണെന്ന് ശാരിക തുറന്നടിക്കുന്നത് കേട്ട് മാധവേട്ടനും രാധികയും ദേവികയൊക്കെ ആകെ വല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ ശാരികയുടെ ചോദ്യങ്ങൾ അവരെ വല്ലാതെ തളർത്തി കളയുന്നുണ്ട്. തുടർന്ന് നീ ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന് തുറന്നു പറയണം. നമുക്ക് പറ്റിയ ബന്ധമാണെങ്കിൽ അത് നടത്തി തരാൻ ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാണ്. നീ ഒരു ട്രാപ്പിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് മോളെ എന്നെല്ലാം ദേവിക പറയുമ്പോൾ ഇവളോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയുടെ നേരെ വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ രാധിക. തുടർന്ന് എൻ്റെ മനസ്സിലുള്ള ആളെ ഞാനിന്ന് നേരിട്ട് കാണുന്നുണ്ടെന്നും അതിനുശേഷം നിങ്ങളോട് എല്ലാവരോടും അതാരാണെന്ന് ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ശാരിക ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം പുറത്ത് നിൽക്കുന്ന മുരളിയാണെങ്കിൽ ശാരികയോട് പറയുന്നുണ്ട്, ശാരികയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും എന്നറിയാം. കാരണം ശാരിക എന്നോട് ആരും പറയരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യമല്ലേ, ഞാൻ കാരണമല്ലേ എല്ലാവരും അറിഞ്ഞത്. 3 കുടുംബങ്ങളെയും കുറേ ജീവിതങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണത്. അതുകൊണ്ടാണ് ഞാനത് എല്ലാവരോടും പറഞ്ഞത്. അതുകൊണ്ട് ശാരിക ഇഷ്ടപ്പെടുന്ന ആളാരാണെന്ന് പറഞ്ഞേ പറ്റൂ എന്ന് മുരളി വീണ്ടും ചോദിക്കുമ്പോൾ ചേച്ചിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ശാരിക. അങ്ങനെ ശാരിക താൻ ഇഷ്ടപ്പെടുന്ന ആളെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ടെന്നെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. മിക്കവാറും ശാരികയുടെ കാമുകൻ എന്ന് പറയുന്നത് ഋഷി തന്നെയായിരിക്കും. അങ്ങനെ ശാരികയോട് പ്രണയം നടിച്ച് ദേവിക്കും നന്ദനും വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു കുരുക്ക് തന്നെയാണ് ഇസബെല്ലയും ഋഷിയും കൂടിയിട്ട് മുറുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതേ സമയം വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നന്ദനാണെങ്കിൽ ശാരികയും ഋഷിയും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അതോടുകൂടി തന്നെ എല്ലാ സത്യങ്ങളും ആ ഒരു കാഴ്ച കാണുന്നതോടുകൂടി തന്നെ എല്ലാ സത്യങ്ങളും നന്ദന് മനസ്സിലാകുന്നു. തുടർന്ന് ഋഷി മരിച്ചിട്ടില്ല എന്നും എല്ലാം ഇസബെല്ലയുടെ ഒരു ചതിയായിരുന്നു എന്നുള്ള സത്യങ്ങളെല്ലാം നന്ദൻ അതോടുകൂടി തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്